ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയുടെ രണ്ടാം ഭാഗം കേട്ടോ. അങ്ങനെ വൈകുന്നേരം നമ്മൾ അവിടുന്ന് വാഴക്കുലൊക്കെ വെട്ടിയെടുത്ത് അവരുടെ മകളുടെ വീട്ടിലെത്തി കേട്ടോ. മകളുടെ വീട്ടിലെത്തിയപ്പോൾ ഒരു 8 മണി ആ സമയമായിട്ടുണ്ട്. അപ്പം നമ്മളിതാ അവിടേക്ക് കയറി. അങ്ങനെ വീഡിയോ ഒന്നാം ഭാഗം കാണാത്തവർക്കായി ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. അങ്ങനെ നമ്മൾ നേരെ എത്തിയതിന് ശേഷം വേഗം രാത്രിയിലെ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് ഇവർ കാറൊന്ന് വാഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കാറൊക്കെ ഒന്ന് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതാ രാവിലെ എഴുന്നേറ്റു. അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് ഇവിടെയാണ്, അവരെ മോളെ വീട്ടിലാട്ടോ സ്റ്റേ ചെയ്തത്. ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ ചെടികൾ. ഞാൻ ഇവിടെയൊക്കെ ഒരുപാട് കണ്ടത് എല്ലാ സ്ഥലങ്ങളിൽ നല്ല ബട്ടർ കായ്ച്ച് നിൽക്കണതാട്ടോ. ഇതാ ഇവിടെയുണ്ട് ഇപ്പം ബട്ടർ നല്ല കായ്ച്ചിട്ടുണ്ട്. അധികമൊന്നും പാകമായിട്ടില്ല, പായിട്ട് വരണുള്ളൂ കേട്ടോ. ഇത് കണ്ട ഇത് ബട്ടർ, ഇവിടെയൊക്കെ നല്ല ബട്ടർ ഉണ്ടായിട്ടുണ്ട്. ഒരുപാടുണ്ട് കേട്ടോ, പക്ഷെ അങ്ങനെ വലുതാവണുള്ളൂ ഇപ്പോൾ. ഇനി നമ്മളിന്ന് ഇവിടുന്ന് പോകട്ടോ. നമ്മളിവിടുന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ യാത്ര തിരിക്കും. അപ്പോൾ നമ്മളിന്ന് അങ്ങനെ പോണത് മൈസൂരിലേക്കാട്ടോ. മൈസൂർ വഴിയാണ് നമ്മളെ നാട്ടിലേക്ക് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ ഇനി മൈസൂരൊക്കെ പോയിട്ട് നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഇവിടെ അവർക്ക് വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മുകളിൽ എന്തൊക്കെയോ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ സാധനങ്ങളൊക്കെയാണ് മുറ്റത്തുള്ളത്. അപ്പം ആ ഒരു ഇതാട്ടോ. ഇവിടെ നല്ല ചെടികളൊക്കെ ഉണ്ട്, ഒരുപാട് ചെടികൾ ഇവിടെ കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നാട്ടിൽ പോകുമ്പോൾ കുറച്ച് ചെടികളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകണം. രാവിലത്തെ ഒരു കാലാവസ്ഥയാണ് കേട്ടോ. അത് നല്ല തണുപ്പുണ്ട്, മഞ്ഞും ചെറുതായിട്ട് വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് എല്ലാവരും കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയാലാണ് മൈസൂർ ഒക്കെ ചുറ്റിക്കറങ്ങാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഇവർ നല്ല ഫുഡ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് സ്പെഷ്യലാണിത്, ഒറോട്ടി എന്ന് പറയും. ഇതാരട്ടാ. അപ്പൊ നമ്മളിതാ എല്ലാരും ഇവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങാണ്. അപ്പൊ ഇനി വരും ഇൻഷാ അല്ലാഹ്, എല്ലാരും കൂടിയിട്ട് വരണ്ടേ. ആ പോവാനാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞിട്ട് വണ്ടിയിലേക്ക് കയറാട്ടോ. അപ്പം നമ്മൾ മൈസൂരിലേക്ക് പോണ വഴിയാട്ടോ. ഇപ്പം ഏതോ ഒരു ഫോറസ്റ്റാണ്. പിന്നെ അതിൻഷാ അവനതൊക്കെ കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് എത്തിയത് മൈസൂർ പാലസിലേക്കാട്ടോ. അപ്പോൾ പാലസിൽ നല്ല സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്ക് കാരണം നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം നമ്മളൊരു മെയിൻ ഗേറ്റിൻ്റെ ഭാഗത്ത് എത്തിയിട്ട് അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോയത് സൂലാണ്, മൈസൂർ സൂ. അപ്പം നമ്മൾ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സൂവിലേക്ക് പോവാട്ടോ. ടിക്കറ്റ് പോയി എടുത്തിട്ടില്ല, ടിക്കറ്റ് എടുക്കണം.
അങ്ങനെ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുക കേട്ടോ. നമുക്ക് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 50 രൂപയും അതിന് മുകളിലുള്ളവർക്ക് 100 രൂപയായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ സൂവിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് യാദൃശ്ചികമായിട്ട് നമ്മളെ യൂട്യൂബറായിട്ടുള്ള അമ്ര സമീനെ കണ്ടുമുട്ടിയത് കേട്ടോ. അവർ ഫാമിലി ഒന്നായിട്ട് മൈസൂരൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. അപ്പം ആൾക്ക് അങ്ങനത്തെ ഒരു ജാട കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മളോട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. മൃഗശാലയിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മുടെ നാട്ടിലോട്ട് തിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഗുണ്ടൽപേട്ട മുത്തങ്ങ വഴിയാണ് നാട്ടിലേക്ക് പോകുന്നത്. അപ്പം നമ്മുടെ സൂര്യകാന്തി തോട്ടം കണ്ടു. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് നിർത്തി അവിടെ നിന്ന് ഫോട്ടോസും റീൽസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് സൂര്യകാന്തികളൊക്കെ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. ഓക്കെ ബൈ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.